കേരളത്തിൽ ഇത്രയും നല്ലൊരു ട്രെക്കിംഗ് ഉണ്ടാവുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ നോർത്തിൽ പോയി ട്രെക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഫസ്റ്റ് നമ്മുടെ നാട്ടിൽ അടുത്തുള്ള സ്ഥലത്തൊക്കെ പോയി നോക്കുന്നേ. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ മലയാണ് മീശപ്പുലിമല. അങ്ങോട്ട് പോണത് എങ്ങനെയാ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. 2026 ഞാൻ പോയ മീശപ്പുലിമല ട്രെക്കിങ്ങിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് ഈ ടൂറിസം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. KFDC ഓൺലൈൻ വഴിയും തലേദിവസം നേരിട്ട് വന്നിട്ട് പോലും ഈ ട്രെക്കിംഗ് ബുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. മൂന്നാർ ടൗണിൽ നിന്നും 1.5 കിലോമീറ്റർ മാറി റോസ് ഗാർഡനിലാണ് KFDC ഓഫീസ് ഉള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ 3 ഓപ്ഷൻസിലായിട്ട് ട്രെക്കിംഗ് എടുക്കാൻ വേണ്ടി കഴിയും. 1 ഡേ ട്രെക്കിംഗ്, ബേസ് ക്യാമ്പ് ട്രെക്കിംഗ്, റോഡോ മെൻഷൻ ട്രെക്കിംഗ്. ഇങ്ങനെ 3 രീതിയിലാണ് ഇവിടെ ട്രെക്കിംഗ് ബുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുക. 3 ട്രെക്കിങ്ങിനും 3 റേറ്റും 3 ഫെസിലിറ്റീസുമാണ്. ഞാൻ പോയ ട്രെക്കിംഗ് പ്ലാൻ ഇങ്ങനെയായിരുന്നു. തലേദിവസം 5 മണിക്കുള്ളിൽ റോസ് ഗാർഡനിലെ KFDC ഓഫീസിൽ ചെന്ന് 1750 രൂപയ്ക്ക് 1 ഡേ ട്രെക്കിംഗ് ബുക്ക് ചെയ്തു. അങ്ങനെ ഈ ഓഫീസിൽ നിന്നും ജീപ്പ് ഡ്രൈവറുടെ ഡീറ്റെയിൽസ്, സമയം, എല്ലാ ഫുള്ള് ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തന്നു. അപ്രകാരം മൂന്നാർ ടൗണിൽ ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് രാവിലെ 4 മണിക്ക് ഞങ്ങൾ എത്തി. 20 കിലോമീറ്റർ ആണ് മൂന്നാർ ടൗണിൽ നിന്ന് ബേസ് ക്യാമ്പിലേക്കുള്ള ദൂരം. 7 പേർക്ക് 3500 രൂപയാണ് ജീപ്പിന് റെന്റ് ആകുന്നത്. രാവിലെ തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഓഫ് റോഡിലൂടെ ഇങ്ങനെ ജീപ്പിൽ ഇങ്ങനെ രാവിലെ തന്നെ പോകാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. രാവിലെ 5:30 ഞങ്ങൾ അതേപോലെ ബേസ് ക്യാമ്പിലെത്തി. ഇവിടെ നമുക്ക് ബ്രെഡും ജാമൊക്കെ കഴിക്കാൻ വേണ്ടി കിട്ടും. ഇനി നമ്മൾ ട്രെക്കിങ്ങിന് കയറി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് തിരിച്ചിവിടെ എത്തുമ്പോഴാണ് ഭക്ഷണം കിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും കൈ കരുതി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. 8 കിലോമീറ്റർ 9 മലകൾ 3.5 മണിക്കൂർ ട്രെക്കിങ് അപ്പാണ്ടാവും. നോർമൽ സ്പീഡിൽ 3.5 മണിക്കൂർ കൊണ്ട് പോയിട്ട് വരാം. പിന്നെ നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങളുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക്കോ വേസ്റ്റോ ഫുഡ് വേസ്റ്റോ അങ്ങനത്തെ ഒരു സാധനം വഴിക്കിടരുത്. അവിടെ നിന്നുള്ള പൂവോ കായോ ചെടിയോ അങ്ങനത്തെ ഒരു സാധനം നിങ്ങൾ പറിക്കുകയോ ചെയ്യരുത്. ഇതിലെ കുറഞ്ഞ റോഡോടെണ്ണോന്നൊക്കെ പറിച്ചാൽ 15,000 രൂപ വരെ ഫൈൻ വരും. പിന്നെ നിങ്ങൾ പോകുന്ന സ്പോട്ടിൽ 3-4 സ്ഥലത്ത് ഇങ്ങനെ നീലഗിരി താറുകൾ അടുത്ത് വരും വരയാണ്. നിങ്ങൾ ഫോട്ടോ എടുത്തോ സെൽഫി എടുത്തോ, ടച്ച് ചെയ്യാനോ ടച്ച് ചെയ്ത് ഫോട്ടോ എടുക്കാനോ ഫുഡ് കൊടുക്കുന്ന ഫോട്ടോ എടുക്കാനോ പാടില്ല. അങ്ങനെ ബേസ് ക്യാമ്പിൽ നിന്ന് ഫുഡും കഴിച്ച് ഇവിടുത്തെ സാർമാരുടെ ഇൻസ്ട്രക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ മുകളിലേക്ക് പിന്നെയും ജീപ്പിൽ പോകണം. അങ്ങനെ ജീപ്പ് ലാസ്റ്റ് റോഡോ മെൻഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ കാണുന്നതാണ് റോഡോ മെൻഷന്റെ ഏറ്റവും ടോപ്പിലുള്ള റൂമുകൾ. നേരം വെളുത്ത് വരികയാണ്. ഇവിടുന്ന് 7ഓളം മലകൾ കയറി ഇറങ്ങി 800 അടി മുകളിലാണ് മീശപ്പുലിമല സ്ഥിതി ചെയ്യുന്നത്. ആദ്യത്തെ മലയിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു സൺറൈസ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നല്ലൊരു ഫീലിലാണ് ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ വന്ന് നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് ഒരു 7ഓളം മലകൾ കയറി ഇറങ്ങണം എന്നുള്ളതാണ് ടാസ്ക്. ഒരു ഗ്രൂപ്പ് ആളുകളായിട്ടാണ് നമ്മൾ ഈ ട്രെക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാവരും മാനേജ് ചെയ്യാനും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനും ഒരു ഗൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ മല കയറി ഒരു 3/4 മണിക്കൂറോളം സ്പെൻഡൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ ട്രെക്കിങ് തുടങ്ങിയത്. പോകുന്ന വഴിയെല്ലാം കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. അങ്ങ് ദൂരെ ആൾക്കാർ നടക്കുന്നത് കാണാൻ വേണ്ടി കഴിയും. പോകുന്ന വഴികളൊക്കെ ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇത്ര മലകൾ ഒറ്റ സ്ട്രെച്ചിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പലവരും പയ്യെ നടന്നും ഇരുന്നും ഒക്കെയാണ് മലകൾ കയറി വന്നത്. ചെറിയ അരുവികളൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാം. കുടിക്കാൻ വെള്ളമൊക്കെ ഇതിൽ നിന്നൊക്കെ എടുക്കാൻ വേണ്ടി കഴിയും കേട്ടോ. പോകുന്ന വഴി പലയിനം ചെടികളൊക്കെ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി കഴിയും കേട്ടോ. അങ്ങനെ ഏറ്റവും അവസാനം മീശപ്പുലിമലയുടെ ടോപ്പിലേക്ക് നമ്മൾ കയറി ചെല്ലാണ്. ഇതിൻ്റെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു സ്വർഗ്ഗത്തിലേക്ക് കയറി ചെന്നതിൻ്റെ ഒരു ഫീലായിട്ട് നമുക്ക് കിട്ടുന്നത്. നല്ല കാറ്റും തണുപ്പും നല്ല ക്ലൗഡ് ബിട്ടും ചുറ്റും വെള്ള പൊതച്ചിങ്ങനെ കിടക്കുന്ന മലകളും നല്ല രസം ഉണ്ടാകുന്നു കേട്ടോ അവിടെ കയറി ചെന്നപ്പോൾ കാണാൻ. ഇതാണ് തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന കല്ല് കേട്ടോ. ഇതിനകത്ത് ചെറിയൊരു മാർക്കിംഗ് ഒക്കെ മുകളിൽ കാണാൻ വേണ്ടി കഴിയും. ഒരു പ്രായം വരെയാണ് ഇതേപോലെ ഹെവി ട്രെക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി കഴിയുക. ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. നമുക്കിതേപോലെ ഇവിടെ മാക്സിമം എൻജോയ് ഒക്കെ ചെയ്ത് മനസ്സൊക്കെ കണ്ട് സന്തോഷമാക്കിയിട്ട് ഇവിടുന്ന് പോകാനേ. ജീവിതത്തിൽ ഇത്രയും നല്ലൊരു കാഴ്ചകൾ കാണാൻ വേണ്ടി കഴിയുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. മീശപ്പുലിമല എന്ന് പറയുന്നത് അത്രയ്ക്കും കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നിങ്ങളത് എന്തായാലും വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഞങ്ങളുടെ കൂടെ കുറേ ഫോറിനേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ വന്ന് ആസ്വദിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഇവിടുത്തെ ഗൈഡ് കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ഇടുക്കി ഡാം, ആനമുടി പീക്ക്, കൊലുക്കുമലൈ സൈഡ്, മൂന്നാർ ടൗൺ, ഇതെല്ലാം നമുക്കിങ്ങനെ ദൂരെ നിന്ന് കാണിച്ചു തരും കേട്ടോ. നമുക്ക് ശരിക്കും കാണാൻ വിസിബിളായിട്ട് കാണാൻ വേണ്ടി കഴിയില്ല. എന്നാലും ഇതൊക്കെ ജസ്റ്റൊക്കെ ഇവിടുത്തെ ഗൈഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ നമുക്ക് കയറാൻ പറ്റുന്ന പീക്കായിട്ടുള്ള മീശപ്പുലിമല അത്രയ്ക്കും ഭംഗിയാണ് ഇവിടെ വരുമ്പോൾ കാണാൻ വേണ്ടി. അപ്പോൾ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ്. നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് വരിക.